ഹായ് ഓൾ. സോ നിങ്ങളെല്ലാവരും അടിപൊളി മാർക്ക് വാങ്ങി വന്നിരിക്കുകയാണ്. ഫുൾ A+ ആരുണ്ട്, 9A+ ആരുണ്ട്, 8A+ ആരുണ്ട്. എനിക്കറിയാം നിങ്ങൾ അടുത്തൊരു ഐഡിയ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ നല്ല സയൻസ് സ്ട്രീം എടുത്ത് നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് പഠിക്കാൻ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? സോ +1 +2 പഠിച്ചതിന് ശേഷം എന്തെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? +2ന് ശേഷം നല്ല മാർക്ക് വാങ്ങി എവിടേക്ക് എന്ത് കോഴ്സിലേക്ക് നമ്മൾ പോകുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ഡ്രീം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. +1 +2 കഴിഞ്ഞതിന് ശേഷം നേരെ നിങ്ങൾ നീറ്റ് JEE പോലുള്ള എക്സാംസ് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണോ നീറ്റ് JEE എന്താ? നീറ്റ് JEE കൊണ്ടായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന നമ്മുടെ MBBS, അതായത് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന മക്കൾ നിർബന്ധമായിട്ട് എഴുതേണ്ട എക്സാമാണ്. JEE എന്ന് പറഞ്ഞിരിക്കുന്നത് IIT NITs പോലുണ്ടാവുന്ന എഞ്ചിനീയറിങ്ങിന് വേണ്ടിയുള്ള എക്സാമാണ്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമാണ്. കേരള ലെവലല്ല, ഓൾ ഇന്ത്യ ലെവലാണ്. സോ ഓൾ ഇന്ത്യ ലെവൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളും ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ നിങ്ങൾ ആ ഒരു എക്സാം എഴുതി നല്ലൊരു മാർക്ക് വാങ്ങി നല്ല ഒരു ഡോക്ടറോ നല്ലൊരു എഞ്ചിനീയറോ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ ഇത്ര നേരത്തെ എന്തിനാണ് പറയുന്നത്? ഞങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ പാടാൻ ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കണോ? എക്സാക്ട്ലി 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു എക്സാംസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 പഠിച്ചതിന് ശേഷം സയൻസ് സ്ട്രീം എടുത്ത് നമ്മൾ പഠിച്ചതിന് ശേഷം പിന്നെ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സാമിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം +1ൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ +2 കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ എക്സാം എഴുതി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ +1ൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ട് ഒന്നും കൂടി കംഫർട്ട് ലെവലിൽ ഇരുന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ചാണ് Kings 11 ബാച്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ലൈവ് സെഷൻസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. ഈ ലൈവ് സെഷൻസ് എപ്പോഴാണോ തുടങ്ങുന്നത് ആ ടൈം നിങ്ങൾക്ക് സ്കെഡ്യൂളായിട്ട് നിങ്ങൾക്ക് മുന്നേ അറിയിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ സമയത്ത് കറക്റ്റ് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഇൻ കേസ് നിങ്ങൾ ലൈവ് സെഷൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റെക്കോർഡായിട്ട് ആപ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിന് പുറമേ നിങ്ങൾക്ക് പേൾ വീഡിയോസ് എന്നുള്ളൊരു സപ്പോർട്ട് കൂടി ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് ആ ചാപ്റ്റർ റെക്കോർഡ് ചെയ്തിട്ടൊരു സെഷനും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഫീച്ചറാണ് ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽ. സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മളെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് മൈൻഡ് മാപ്പാണ്. ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരൊറ്റ പേജിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് മൈൻഡ് മാപ്പിലുള്ളത്. പിന്നെ നമ്മളിലേക്ക് വരുന്നതാണ് PYQ ബുക്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന ബുക്ക് നിങ്ങളിലേക്ക് നീറ്റ് ആസ്പിറൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള രൂപത്തിലും JEE ആസ്പിറൻസിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള രൂപത്തിലും നിങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഓൺലൈൻ Kings 11 ബാച്ചിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് AI ഗുരുവും അതേപോലെ തന്നെ ഇൻഫൈനൈറ്റ് പ്രാക്ടീസുമാണ്. എന്താണ് AI ഗുരു? അതായത് നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും AI ഗുരു എന്താണെന്നത്. ആ ഒരു AI ഗുരുവിൽ നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിക്കും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റെപ്പിൽ എന്തോ ഒരു സംശയമുണ്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾ AI ഗുരുവിന് എന്നുള്ള ഫീച്ചർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. എന്തെന്ന് വെച്ചാൽ ആ ഫീച്ചറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുക. സോ ഈ ഒരു ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും AI ഗുരു തീർത്ത് തരും. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് ഇയർ നടന്നിരിക്കുന്ന എക്സാമിൻ്റെ PYQs വേണം, അല്ലെങ്കിൽ ഇന്ന ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഫിസിക്സിലെ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ലാസ്റ്റ് 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണം, നീറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് വേണം. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ AI ഗുരു അതൊരു PDF ആയി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് AI ഗുരുയുടെ സഹായത്തോടെ പഠിക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് എക്സാംസ് ആണ്. ഒരു മോക്ക് എക്സാംസ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാം നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. സോ ആ സഹായിക്കാൻ വേണ്ടി സൈലത്തിൻ്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് ഇൻഫൈനൈറ്റ് പ്രാക്ടീസ്. എന്താണ് ഇൻഫൈനൈറ്റ് പ്രാക്ടീസ്? അതായത് നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്നു. +1 ആദ്യ ചാപ്റ്റർ, ഫിസിക്സിലെ ആദ്യ ചാപ്റ്ററിൽ, കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്റർ, ബയോളജിയോ അല്ലെങ്കിൽ മാത്സിലോ ആദ്യ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു എക്സാം നടത്താൻ വേണ്ടി നിങ്ങൾ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ ഫിസിക്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസും ബയോളജി ഓർ മാത്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഏത് ചാപ്റ്റേഴ്സ് ആണോ നിങ്ങൾ കൊടുക്കുന്നു ആ ചാപ്റ്ററിനനുസരിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ വരെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈസി ലെവൽ കൊടുക്കാം, അതിനുശേഷം നിങ്ങൾക്ക് മീഡിയം ലെവൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫ് ലെവൽ കൊടുക്കാം. ഏത് ലെവൽ വേണമെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഇൻഫൈനൈറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആ ചാപ്റ്റർ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ആ എല്ലാ ചാപ്റ്ററും ഈസിയായി മാറ്റാൻ വേണ്ടി പറ്റും. ഈ 2 ഫീച്ചേഴ്സ് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യണം ഈ ഒരു ബാച്ചിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം നമ്മൾ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറഞ്ഞിരിക്കുന്നത് പാരൻസ് മീറ്റിംഗ് ആണ്.
ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പാരൻസ് മീറ്റിങ്ങിന് ടീച്ചേഴ്സിൻ്റെ സഹായത്തിന് ശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പാരൻസാണ്. സോ ഈ ടീച്ചേഴ്സും പാരൻസും നിങ്ങളും കൂടി ചേർന്ന് നിന്നുള്ള പാരൻസ് മീറ്റിങ്ങിൽ നിങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടോ അതേപോലെ ആപ്പിൽ എന്തെങ്കിലും ഫീച്ചേഴ്സിന് പറ്റുന്ന എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറ്റ് എനി ടൈം നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി നമ്മുടെ പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിരിക്കുന്നത് GABs ആണ്. GAB എന്ന് പറയുന്ന സമയത്ത് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ പോലെ തന്നെ നമ്മൾ എക്സാം എഴുതേണ്ട ഒരവസ്ഥയാണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലുള്ളത്. സോ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ സൈലം കൊടുക്കുന്ന ഏറ്റവും കിടലൻ ഫീച്ചറാണ് എന്ത്, GABs. നിങ്ങൾക്ക് മോക്ക് എക്സാം, അപ്പോൾ നീറ്റ് ആയിക്കോട്ടെ JEE ആയിക്കോട്ടെ, അതിൻ്റേതായ രീതിയിൽ കറക്റ്റ് ലെവലിൽ ഉണ്ടാകുന്ന PYQ മോഡൽ, ഇനി വരാൻ വേണ്ടി പോകുന്ന എക്സാം എങ്ങനെയാണോ അതിനനുസരിച്ചുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആ എക്സാമിൽ ഉണ്ടാവുക. അതുമാത്രമല്ല ഇതിനൊക്കെ പുറമെ ഒരു സപ്പോർട്ടീവായിട്ട് +1 ട്യൂഷൻ്റെ ആക്സസും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തുകയാണ്. സോ ഞാൻ ഈ പറഞ്ഞ കിങ്സ് 11 ബാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് നിങ്ങൾ സൈലന്റ് ലേണിംഗ് ആപ്പ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കിങ്സ് 11 ബാച്ച് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ചെക്കും ചെയ്യാം. അതുമാത്രമല്ല നമ്മൾ +1ൻ്റെ കൂടെ തന്നെ എന്തിനാ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി സംസാരിച്ചു. +1ൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് +1 +2 കഴിയുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളെ കോളേജ് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ MBBS ആയിക്കോട്ടെ ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഏർലി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആഗ്രഹത്തിലേക്ക് എത്താൻ സൈലം നിങ്ങളുടെ കൂടെ ഉണ്ട് മക്കളെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.